ഹായ്, നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വറ്റൽമുളക്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, വറ്റൽമുളകിട്ട് വറ്റൽമുളകിൻ്റെ വിത്തിട്ട് പാകിയ ഇത്. പക്ഷെ ചെറുതായിട്ട് കുരുടലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ഭയങ്കര മഴയായിരുന്നു രാവിലെ. ഇപ്പം മഴയത്ത് എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന്. കാരണം നല്ല രസമുണ്ട് ഇലയിലൊക്കെ ഇങ്ങനെ. പക്ഷെ മൊട്ടും പിടിക്കുന്നുണ്ട്, മുട്ടുകളും വരുന്നുണ്ട്, പക്ഷെ കുരുടലും ഉണ്ട്. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വർഷം വരെയൊക്കെ പച്ചമുളക് പിടിച്ചു കഴിഞ്ഞതാണ്. ഇത് പക്ഷെ ഞാൻ അനൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചെടിക്കടയിൽ നിന്ന് വാങ്ങി നട്ടതാണ്. നിറച്ചും പിടിച്ചായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇനിയിപ്പം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അത്യാവശ്യം ഒരു 5-6 എണ്ണമൊക്കെ 2 ദിവസം കൂടുമ്പം പച്ചമുളകൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇതിനും ചെറുതായിട്ട് കുരുടലൊക്കെ വന്ന് തുടങ്ങി. ഇതെല്ലാം കുരുട്ടി തുടങ്ങി കേട്ടോ. ഭയങ്കര കഷ്ടമുണ്ടല്ലോ മുളക് പിടിച്ചു വരുമ്പോഴത്തേക്കും. നമ്മൾ ചില സമയത്ത് എത്ര വളം കൊടുത്താലും എത്ര അതിന് സംരക്ഷണം കൊടുത്താലും ചില ചെടികളൊക്കെ ഉള്ളൂ കറക്റ്റായിട്ട് വരുന്നത്. അത് മുളകിൻ്റെ ആയാലും ഏത് കൃഷിയായാലും ഏത് ചെടിയായാലും എനിക്ക് അനുഭവം ഉള്ളതാണ്. ഇത് നോക്കിയ ഒരു കുഞ്ഞു പച്ചമുളകാണ്. ചിലതൊക്കെ ഇത്തിരി ആകുമ്പോഴേ അങ്ങ് പിടിക്കും. ഇതാ നോക്ക്, അത് ഒരു സൈസിലെ ഉണ്ടമുളക് പോലുള്ള, കൂടുതൽ നീളമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഇലയൊക്കെ പഴുത്ത് തുടങ്ങി. ഇതിനൊക്കെ മൊത്തം കുരുടി നിൽക്കുക, പൂത്തു നിൽപ്പുണ്ട്. ഇതിന് വലിയ കുരുടിപ്പൊന്നും വന്ന് തുടങ്ങിയില്ല. പക്ഷെ ഇനി ഇതും കുരുടാൻ തുടങ്ങും. ഇതിൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടേ. എൻ്റെ വിഷമം എന്താണെന്നറിയാമോ? കണ്ട നല്ല വലിയ ഉണ്ടമുളകുണ്ടല്ലോ, അല്ല ഗ്യാസ് മുളകെന്നൊക്കെ പറയുന്നത്, അതിനൊക്കെയെന്ന് പറഞ്ഞാൽ കുരുടൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ നിറച്ച്. ആദ്യത്തെ ട്രിപ്പ് നല്ല പിടിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയിൽ? അത് കഴിഞ്ഞിട്ട് ഇതിന് വലിയ കുഴപ്പമില്ല, എന്നാലും ഇലയൊക്കെ ഭയങ്കര മഞ്ഞ കളറായി തുടങ്ങി. പിടിച്ച് നിൽപ്പുണ്ട്. 2 പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതാ ഇത് ഉണ്ട്, പച്ചക്കറി മുളകിൻ്റെതാണ്. ഇതിനെല്ലാം കുരുടൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുരുടലൊക്കെ വന്നു. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഒരു ടിപ്പുണ്ട്. ടിപ്പെന്നല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. 1 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ ഇത് കായപ്പൊടിയും 1 സ്പൂൺ കായപ്പൊടിയും ഉണ്ട്. ഇതെല്ലാം കണ്ടോ വല്ലാതെ ആവണം. 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 സ്പൂൺ കായപ്പൊടിയും പിന്നെ 1 സ്പൂൺ വിനാഗിരി ചേർക്കുന്നത് കുരുടിപ്പൊക്കെ മാറിയിട്ട് നല്ല പൂക്കാനും കായ്ക്കാനും ഒക്കെയാണ്. പിന്നെ 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ആ ചെടിയുടെ അളവിനനുസരിച്ച് 2 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കാൻ മതി. അപ്പം അങ്ങനെയൊക്കെ അത് ഒഴിച്ച് കഴിയുമ്പം, ഇപ്പം മഴയായതുകൊണ്ട് ഒഴിക്കാനായിട്ടും എനിക്കൊരു മടിയുണ്ട്. കാരണം മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന് കുരുടിപ്പുണ്ടായിരുന്നു, കുറച്ച് കുറഞ്ഞു. മുകളിലത്തെ തണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അതിൻ്റെതാണ്. അപ്പം അത് ഞാൻ അടിച്ചിട്ട് പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. വ്യത്യാസം ഉണ്ടോയെന്നറിയാം, കാണിക്കാം. ഓക്കെ, ബൈ.